പദയാത്ര എന്ന് പറഞ്ഞിട്ട് നടന്നാണല്ലോ വന്നത്. ചേച്ചി കുട്ടനാട് മുഴുവൻ കുടിവെള്ളം കിട്ടാതെ മരിക്കും. പക്ഷെ അതിനു മുമ്പ് നീ നാട്ടുകാരെ നല്ലുകൊണ്ട് മരിക്കും. ശാപത്തെ കുത്തല്ല കുര്യച്ച. വായിലെ വെള്ളം വറ്റിക്കാതെ കുടിവെള്ളം വരുത്തു കുര്യച്ച. എന്നാലും എന്റെ ഗോപ ഗിയർ മാറ്റല്ലേ. ദേ ആർക്കിട്ടായാലും ഒരടിയെങ്കിൽ നീ തിരിച്ചു കൊടുക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടാവൂടാ. സുശീല വണ്ടി എടുക്കടാ. ലീല ചേച്ചി ആ പദയാത്ര ഒന്ന് പൊക്കിയേ. ഈ വാഹനജാഥ ഒന്ന് പോയിക്കോട്ടെ. അടിയുടെ ഇടിയുടെ മുമ്പിൽ പതറില്ലാന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ചക്കാട്ടുതറയിൽ ബോബനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനജാഥയാണ് ഈ പദയാത്രക്ക് നടുവിലൂടെ നീങ്ങുന്നത്. പോടം മരമാക്രികള്. ഇനി പിള്ളേരുടെ കയ്യിൽ നിന്നും കിട്ടണായിരിക്കും. ക്ലാസ് ഇല്ലേ മക്കളെ? ആ ചാണ്ടിയുടെ മക്കളാ. എടാ നിനക്ക് തല്ല് മേടിച്ചെന്താ സ്പോൺസർ ഇവിടെ ഇരിപ്പുണ്ടട്ടാ. അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ? അതറിയില്ല, പല്ല് തേക്കണുണ്ട്. ആ പുതിയ ശീലമൊക്കെ തുടങ്ങി. പുന്നാരം മോൻ തല്ലും മേടിച്ചു വരുന്നുണ്ട്. പൂവണ കേട്ടാലും ഗൾഫിൽ നിന്ന് ലീവിന് വന്ന പോലെയാണ്. ഇനി റെസ്റ്റ് എടുക്കാം. അതൊരു കട്ടൻ എടുക്കാൻ പറ. നമസ്കാരം. ജീവനുണ്ടോടാ സുശീല? ഫ്രഷാ ഇപ്പൊ കിട്ടിയതാ. എന്നാ പിന്നെ തിണ്ണയിലോട്ട് എടുത്ത് വെച്ചേക്കാം. എന്നെ കൊണ്ട് ഇപ്പൊ പിടിക്കാനും വലിക്കാനും ഒന്നും വയ്യ. വേണ്ട, ശരിക്കും കൊണ്ടോടാ. അവന്മാരടിച്ച് പരിപ്പിളക്കിട്ടുണ്ട്. അതിർത്ത് കറി വെച്ചാ മതി. ഉച്ചക്ക് ചോറിന് കൂട്ടാ. ഇങ്ങനെ പോയാ ഇച്ചിരി കഞ്ഞിവെള്ളം തരുന്നതും കൂടെ ഇല്ലാതാവുമല്ലോ എന്റെ കന്നട്ട ഭഗവതി. വാ വന്ന് കുളിച്ച് വല്ലതും കഴിക്കാം. നീ ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കും. ആരടാ നിന്നെ തല്ലിയത്? പറഞ്ഞു കൊടുക്കടാ. മൂന്നും കൂടെ മൂക്കുമുട്ട തിന്നും വെച്ചേ ഏമ്പക്കം വിട്ട് ഇപ്പൊ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. പുഞ്ചേരി എല്ലിനിടെ കയറുന്ന സമയമാ. അമ്മയൊന്നും ഉണ്ടായിരുന്നു. എന്നതാടാ നിന്റെ നാക്ക് വരെ അടിച്ചോടിച്ചോ? ആരാന്ന് വെച്ചാ പറയടാ. പറഞ്ഞിട്ട് എന്നാത്തിനാ? ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് തിരിച്ചു കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ. കിട്ടിയ തല്ലും പോരാ, കയ്യിലെ കാശ് കൊടുക്കളേണ്ട കാര്യമില്ലല്ലോ. നീ വാ, നല്ല ചൂടുവെള്ളത്തിൽ അമ്മ ഇച്ചിരി എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഓ കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങി എടുത്തേര്. നീർക്കെട്ട് മാറട്ടെ. എടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ. ഉവ്വ, ഇവനെ അടുക്കളക്കകത്ത് ഇരുത്തിയാലേ മൂന്നും കൂടെ പട്ടിണി കിടന്ന് ചാവും. അത് മറക്കണ്ട. ഗോവാ വണ്ടി ഞാനും ഇറങ്ങണേ. നീ എവിടെയെങ്കിലും പോയി നിരങ്ങ്. 6 അടി പൊക്കം, വിരിഞ്ഞ നെഞ്ച്, കൊഴുത്ത ശരീരം. ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശാന്ന് ഓർക്കുമ്പോ നിന്റെ പരിപ്പെടുത്ത് കറി വെക്കണോ? ഇവരെപ്പോഴത്തെ പരിപ്പിന്റെ പറയാൻ പോണത്? ഒന്ന് ചേഞ്ച് ചെയ്ത് പയറാക്കിക്കൂടെ? ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ലിരുന്നത്. ചുമന്ന് കിടക്കുന്നു. മിണ്ടാതിരി അവിടെ. ഇക്കണക്കിന് പോയാ അടുത്ത ഓണം നീ ഉണ്ടാവത്തില്ല. വിളമ്പിത്തരാൻ ഞാനും. അതിനിപ്പോ നമ്മളെങ്ങോട്ട് പോകുന്നു? എങ്ങും പോണ്ടി വരത്തില്ലേ. പത്രത്തിൽ 2 വാർത്ത വരും. ചക്കാട്ടുതറ ഗോപൻ 29 വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു. ആ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും. ചക്കാട്ടുതറയിൽ മാധവി 60 വയസ്സ് പട്ടിണി കിടന്ന് ചത്തു. ഈ അമ്മയുടെ ഒരു കാര്യം കഴിഞ്ഞു. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞ. 1300. ആ തെണ്ടിക്ക് കുറച്ച് കാശ് കൂടി പേഴ്സ് വെച്ച് നടന്നൂടാ. ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല. നമുക്ക് കൊച്ചുറാണി ഒരു 500 രൂപ കൂടി ചോദിച്ചാലോ? ആ കപ്പേരവിടെ ഉണ്ടാവോ? വേണ്ട, ഞാൻ പോയി ചോദിക്കാം. കൊച്ചുറാണേ, കൊച്ചുറാണേ, ഇവിടെ എവിടെ പോയി കിടക്കുന്നു? എന്നതാ കാര്യം? കൊച്ചുറാണി വിളി. കൊച്ചുറാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായ ഞാൻ തീരുമാനിക്കും. നീ കാര്യം പറയടാ. കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. തമ്മരൊക്കെ കൊച്ചുറാണി വിളിച്ചോ? എന്നാ സൗകര്യമല്ല. കൊച്ചുറാണി ചക്കവിജയം വിളിക്കണു. എന്താ വിജയ ഒരു ബഹളം? ഇങ്ങനെ ഞാൻ തല്ലത്തില്ല, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ പൊന്നു മനുഷ്യ, നിങ്ങൾ തല്ല് ചോദിച്ചു മേടിക്കാൻ നിങ്ങൾ അകത്തോട്ട് ചെല്ലട്ടെ. അവൾ ഇപ്പൊ വരും. എന്നതാ വിജയേട്ടാ? ഗോപം പറഞ്ഞിട്ട് വരുവാ. ഒരു 1000 രൂപ തരാൻ പറഞ്ഞു. എന്തിന്? മണിയനൊരു നെഞ്ചുവേദന, ആശുപത്രി കൊണ്ടുപോകാനാ. ആദ്യം നിന്റെ ചേട്ടന്മാരെ 3 പേരെ ഒതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക. ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയ സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടെ? അതെങ്ങനാ? അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ. പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ. അതെ, പേഴ്സ് എടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു. അയ്യോ, എന്റെ പേഴ്സ്. അയ്യോ, അതും പോയോ? കാലമാടം വരെ അത് അടിച്ചെടുത്ത് കാണൂ.
5 പൈസ പോലും ചെല്ലല്ലോ. ഇത് 800 രൂപയേ ഉള്ളൂ. ദേ ഗോപം വിളിക്കുന്നു. കാശ് തരാൻ പറഞ്ഞു വിളിക്കായിരിക്കും. ഇവന്മാർക്കെന്താ അവിടെ പണി? പുറത്തോട്ട് ഇറങ്ങാനും പറ്റില്ല. കിട്ടിയാ ഇങ്ങതാ ഹലോ ഹലോ, അവന്മാർക്ക് കാശ് വല്ലതും കൊടുത്തോ? ആ കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടിൽ ഗ്യാസ് എടുത്തതിന്റെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അത് ദേ വിജയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി. ഈശ്വര, ആ കാശും പോയി. ആ കപ്പേരി വീട് വിറ്റേച്ച് പോകും മുമ്പ് നല്ല അടിപ്പൻ അടി ഞാൻ കൊടുത്തിരിക്കും. അയാൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ചൊറിച്ചില. ഓ, ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല അന്ന്. അതെന്നാ സ്ഥലത്തിന് വിലയില്ലെന്ന്. വിലയില്ലേ? അയൽവക്കത്ത് നമ്മളല്ലേ. അപ്പൊ നമുക്കൊരു വിലയില്ലേ? ഇല്ലെന്ന് നമുക്കറിയാൻ പാലേട്ടാ, നമുക്കൊരു വിലയില്ല അല്ലേ? അതെ, നിങ്ങൾ വിട്ടോ. നാശം, പെണ്ണുങ്ങളെ കണ്ട അപ്പ ചാടിക്കോളും. ആലപരാതി. ഇവൻ കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി. പോയാ Good morning. You want houseboats? Good looking, executive class, very cheap rates. Sorry mate, we all have one. Very cheap rate, my friend. Please come. Wonderful rates. വേണ്ടേ? എടാ സന്തോഷം, ഒരു ഡേ ക്രൂസിംഗിൽ ഒപ്പിച്ചാടാ. ഇന്നലെയും കൂടി ഓടിയിട്ടില്ല. നിന്റെ ഈ ചക്കട വെള്ളത്തിൽ ആര് കയറൂടാ ഇപ്പൊ? നീ ഒരു 2 ബെഡ്റൂം AC-യും അപ്പർ ഡെക്കുമായിട്ട് ഒരെണ്ണം ഇറക്ക്. ഓട്ടം ഞാൻ തരാം. ഉള്ള ബാങ്ക് ലോൺ തന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അടുത്തത്. ഗോപ, ദാ അവരെ പിടിച്ചു. നിന്റെ ആ പഴയ നമ്പർ എടുത്ത് വീശ. വീഴും. Yeah, good morning. Welcome to Venice of the East, land of enchanting backwaters. You want houseboats? No. Homely atmosphere, homely food, homely bath. No, it's fine. Okay. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. How old are you? Why you're asking our age? See, in your country, in child age, you are Catherine. Yeah. In your teenage, you are Catherine. Your middle age, you are Catherine. And your old age, you are also Catherine. But in Kerala, we respect the age. Yeah. So, according to the age, you are Catherine Mol, Catherine Chechi, Catherine Akachi, Akachi Kunyava. At last, you are Catherine Ammachi. Angane. So only I ask you your age. Okay, I'm 43. Oh, then you are my elder sister. We will call you Chechi. Oh, yeah, and you are my Chetan, Martin Chetan. Martin Chetan? Yeah. Excuse me. Sushila, കരിമീൻ വെട്ടിക്കോ മോനെ. Please come. നിന്നെയൊക്കെ ഇന്ന് സായിപ്പന്മാർക്ക് കൂട്ടി കൊടുക്കാൻ പോവാ. അരപ്പും കൂട്ടി നാണം കണ്ട. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. സ്റ്റോക്ക് തീർന്നു. See, Mr. Goban, what about the entertainment program? എന്തോ? Excuse me. തൊഴിലാളി. അരി കഴുകും തോറും കറുത്ത് വല്ല. എന്തായി? എന്താണ് നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാൽ തന്നെ അറിയാം, വല്ല ജിജ്ഞാസയാ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ Sunrise? സൺറൈസാ? ദിസ് ഈസ് ബസുമതി റൈസ്. What? മോർണിംഗ് 5:30. Oh, thank you. യു വെൽക്കം. എന്താന്ന്? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്നുറങ്ങണത്.